പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ സാധുക്കളായ നമുക്കൊരു സീറ്റ് വേണം, നമുക്കൊരു സീറ്റ് ലഭ്യമാക്കണം. ആ റസൂലുള്ളാഹി തങ്ങൾക്ക് അങ്ങോട്ട് സ്നേഹം കൊടുക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം നമുക്ക് കിട്ടാൻ കഴിയും. ആ സ്നേഹം എങ്ങാനും കിട്ടിയാൽ ദുനിയാവിലും ആഖിറത്തിലും ഭൗതിക ലോകത്തും ഖബറിലും മഹ്ശറയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം നമുക്ക് കിട്ടുമെന്നതിൽ തീർച്ചയാണ്. ജന്നത്തുൽ ബഖീഉൽ ഗർഖദി എന്ന ഗ്രന്ഥത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ബാപ്പ വഫാത്തായല്ലോ. ഉമ്മ വഫാത്താകുന്നത് 6ാമത്തെ വയസ്സിലാണ്. ബഹുമാനപ്പെട്ട ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു തആല അൻഹ രണ്ട് കൈയും കൂട്ടി ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ട് കൈയും നീട്ടി വാങ്ങിയ ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു തആല അൻഹ വലിയ മഹദിയാണ്, സ്വർഗ്ഗത്തിന്റെ സ്ത്രീകളുടെ നേതാവാണ്, വിശാലമായ ചരിത്രമാണ്. ഇരിക്കട്ടെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചപ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഫാത്തിമ ബീവിയെ രണ്ട് കരങ്ങളും നീട്ടി വാങ്ങിയ ബീവിയാണ് ഉമ്മു ഐമൻ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ അലിയാർ തങ്ങൾ കല്യാണം കഴിച്ചപ്പോ ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരെ കൈ നീട്ടി വാങ്ങിയ ബീവിയാണ് ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു തആല അൻഹ. ബഹുമാനപ്പെട്ട ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ വഫാത്തായപ്പോ ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ അബവായിൽ വെച്ചുകൊണ്ട് 6 വയസ്സുള്ള പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എടുത്തുകൊണ്ട് അതാ അബൂ താലിബിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അബൂ താലിബിന്റെ വീട്ടിലേക്ക് ഏൽപ്പിക്കുകയാണ്. അവിടെയുള്ള ഉമ്മ ബഹുമാനപ്പെട്ട ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു തആല അൻഹ ആ മുഹമ്മദ് നബിയാകുന്ന ചെറിയ കുട്ടിയെ വാങ്ങുന്നു, ഒരുപാട് ലാളിക്കുന്നു, ഒരുപാട് നല്ല രൂപത്തിൽ പരിപാലിക്കുന്നു. ഇരിക്കട്ടെ, കുറെ വർഷങ്ങൾ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നു, ലോകത്തിന്റെ നേതാവായി. ആ സമയത്ത് അതാ പോറ്റി വളർത്തിയ ബഹുമാനപ്പെട്ട ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു തആല അൻഹ വഫാത്തായ സമയം ഒരു സ്വഹാബി വന്ന് പറയുകയാണ്. ഉടനെ തന്നെ സ്വഹാബാക്കളെയും കൂട്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബിൻത് അസദിന്റെ വീട്ടിലേക്ക് പോകുന്നു. ആ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയുടെ ജനാസ എടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ചുമലിൽ വെക്കുന്നു. അവിടുത്തെ കരം കൊണ്ട് മയ്യത്ത് കെട്ടിൽ പിടിച്ച് മുമ്പിലും പിമ്പിലുമായി പിന്നിലും മുന്നിലുമായി അവിടുത്തെ ജനാസയുടെ മയ്യത്ത് കെട്ടിൽ പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു. ഖബറിന്റെ മുമ്പിലെത്തി. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു തആല അൻഹയുടെ ശരീരം അവിടുത്തെ ജനാസ ഖബറിന്റെ പുറത്ത് വെച്ചുകൊണ്ട് ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഫാത്തിമ ബിൻത് അസദിനെ വെക്കേണ്ടുന്ന ഖബറിലേക്ക് ഇറങ്ങി കിടക്കുകയാണ്. മയ്യത്ത് കിടക്കുന്നത് പോലെ കിടക്കുന്നു. സ്വഹാബാക്കൾ ബേജാറാകുന്നു. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഓ ഖബറേ, വരാൻ പോകുന്ന അതിഥിയെ സൂക്ഷിക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മി ഫാത്തിമ ബിൻത് അസദ് വല്ലാഹുമ്മ വസ്സി ഖബറഹാ. ഖബറെ വിശാലമാക്കി കൊടുക്കണം, ഫാത്തിമ ബിൻത് അസദിനെ നീ പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ നിന്നും എഴുന്നേറ്റ് പുറത്തു വന്ന് പുന്നാര നബിയുടെ രണ്ട് കരങ്ങൾ കൊണ്ടും ഫാത്തിമ ബിൻത് അസദിന്റെ ജനാസ കയ്യിൽ പിടിച്ച് ഖബറിലേക്ക് താഴ്ത്തി വെച്ചു. മുകളിലേക്ക് കയറി വന്നതിന് ശേഷം സ്വഹാബ ചോദിച്ചു, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പ്രവണതയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബ, എന്റെ പോറ്റുമ്മയായ ഫാത്തിമ ബിൻത് അസദിനെ അതാ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഖബർ രണ്ട് ഭാഗത്തു നിന്നും അടുപ്പിച്ചാൽ, ഖബർ വേദനിപ്പിച്ചാൽ എന്റെ ഉമ്മാക്ക് ശരീരം വേദനിക്കുമല്ലോ. ഉമ്മീ ബഅദ ഉമ്മീ, ഉമ്മീ ബഅദ ഉമ്മീ, ഉമ്മീ ബഅദ ഉമ്മീ. എന്റെ ഉമ്മയായ ആമിന ബീവിക്ക് ശേഷമുള്ള ഉമ്മയാണ് ഖബറെ. പരിഗണന കൊടുക്കണം, എക്സ്ക്യൂസ് നൽകണമെന്ന് ഖബറിനോട് പരിചയപ്പെടുത്തി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ്. ആ ഉമ്മാക്ക് വേദന അനുഭവിക്കുന്നത് എന്റെ മനസ്സിനെ വേദനിപ്പിക്കലാണ്. അതുകൊണ്ട് ഉമ്മാക്ക് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്തതാണ്, ഖബറിന് പരിചയപ്പെടുത്തി കൊടുത്തതാണത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ഒരു ദാർശനിക പഠനത്തിന് വിധേയമാക്കുമ്പോ പോറ്റുമ്മയുടെ പ്രിയം ഇത്രയാണെങ്കിൽ പെറ്റുമ്മയുടെ പ്രിയം, അവരുടെ വലിപ്പം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ ബുദ്ധിയുള്ളവർക്ക് സഹോദരന്മാരെ അധിക വിശദീകരണത്തിന്റെ ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ സ്നേഹിക്കാനും അവിടുത്തെ മദ്ഹ് പാടാനും അവിടുത്തെ മദ്ഹിന്റെ പാടിയ കാരണം കൊണ്ട് നമുക്ക് വിശാലമായ സ്നേഹം കിട്ടാനും അല്ലാഹു ഈ സദസ്സ് നമുക്ക് അതിനനുകൂലമാക്കി തരുമാറാവട്ടെ.